ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ സംഭാഷണം ഇപ്പോൾ വന്നതാണ്. ഇതിനു മുൻപ് രാവിലെയാണ് PV അൻവർ UDF-ലേക്കുള്ള രംഗപ്രവേശത്തിന് മുന്നോടിയായി വന്യമൃഗശല്യത്തിനെതിരെ എല്ലാവരും UDF നേതൃത്വം ഒന്നടങ്കം സംഘടിക്കണം, അതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് വിജയിക്കാനുള്ള മാർഗം എന്നുള്ള റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുത്തത്. വന്യമൃഗശല്യത്തിനെതിരായിട്ടുള്ള ഒരു വിപ്ലവം കേരളത്തിൽ തുടങ്ങണമെന്നും അതിൻ്റെ നേതൃത്വം UDF ഏറ്റെടുക്കണമെന്നുമാണ് PV അൻവർ MLA രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. UDF-ന് അധികാരത്തിൽ തിരിച്ചെത്താൻ ഈ വിഷയം മാത്രം മതിയെന്ന് PV അൻവർ പറഞ്ഞു. 63 മണ്ഡലങ്ങളിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഇത്. മുന്നണി എന്നാൽ ജനങ്ങളാണ്, ജനങ്ങളുടെ വിഷയം UDF ആണ് ഏറ്റെടുക്കേണ്ടത് എന്നും PV അൻവർ പറഞ്ഞു. UDF തിരിച്ച് അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം ഏറ്റെടുത്താൽ മതി. 63 മണ്ഡലത്തെ നേരിട്ടാണ്, 140 മണ്ഡലത്തെ മുഴുവനും ഞാൻ ഈ പറഞ്ഞ പന്നിയും കുരങ്ങും കൊണ്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് UDF ഏറ്റെടുക്കണം. അതിനോടൊപ്പം ഒരു പ്രവർത്തകനായി, ഒരു സാധാരണക്കാരനായി അവരോടൊപ്പം ഈ മലയോര കർഷകർക്ക് വേണ്ടി നിന്നു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് കാണണം UDF, ഇത് മനസ്സിലാക്കണം, അതിനുള്ള വർക്ക് നടത്തണം. ആ വർക്കിലൂടെ ഈ പറയുന്ന രീതിയിൽ ഈ വരുന്ന ഈ ഒരു ഒന്നിച്ചില്ലാനം വർഷം UDF പ്രവർത്തിക്കുകയാണെങ്കിൽ 10%, 140 സീറ്റിൽ 10%, വെറും 10ഓ 15ഓ സീറ്റിലേക്ക് LDF താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് UDF ഏറ്റെടുക്കാൻ, അത്രേ ഞാൻ പറയുന്നുള്ളൂ.